തോമസ് ഏട്ടാ, കാറ്റും കോളും വരുന്ന ലക്ഷണമുണ്ട്. വേഗം തിരിച്ചു പോകുന്നാ നല്ലത്. എങ്കിൽ നീ തിരിച്ചോ. പ്രഭാര, കാറ്റും കോളും വരണ ലക്ഷണമുണ്ട്. പ്രഭാര, തിരിച്ചോ തിരിച്ചോ. ചേട്ടാ, വിളിച്ചു പറയുന്ന കേട്ടില്ലേ? ഒന്നും സംഭവിക്കില്ല. ഒരു കാറ്റടിച്ചാൽ മാനം വെളുത്തുള്ളൂ. ഞാൻ കെട്ടെന്ന് വെച്ചേ. പ്രഭാര, താമസിക്കണ്ട, തിരിച്ചു പോകുന്നതാണ് നല്ലത്. പ്രഭാരം ചേട്ടോ, എല്ലാരും പറയുന്ന കേട്ടില്ലേ? നമുക്ക് തിരിച്ചു പോവാം. ഒരു വലിയും കൂടെ കഴിഞ്ഞിട്ടേ ഞാൻ വരുന്നുള്ളൂ. അതിന്റെ ഒരു പേടി. നീ വേണ്ടി തോമസിന്റെ ബോട്ടിൽ പോയിക്കോ. ഈ ബോട്ട് നിറച്ച് മീനുമായിട്ട് ഞാൻ വരുന്നുള്ളൂ. തോമസ് ഏട്ടോ, ഞാനും വരുന്നു. കേറിയോ കേറിയോ. പ്രഭാര, കടലമ്മയോട് കളിക്കണ്ട. കടലമ്മ ഒരിക്കലും പ്രഭാകരനെ കൈവിടില്ല തോമസേ. കരയാതെ മോളെ, കരയാതെ. കടലിൽ പോയ കെട്ടിയവന്റെ ജീവൻ കുടിലിരിക്കുന്ന പെണ്ണിന്റെ കയ്യിലാണെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എങ്കിലും ഇത്രയും നല്ലവളായെന്ന് എനിക്ക് ഈ ഗതി വന്നു പോയതാണ് കഷ്ടം. മോൻ കരയാതെ, അമ്മയ്ക്ക് സുഖമില്ല. നിന്റെ വിധി ഇതാണെങ്കിൽ സഹിക്കാതെ എന്ത് ചെയ്യും ലക്ഷ്മി? കരയാതെ മോളെ, കരയാതെ. പ്രത്യേകിച്ച് വല്ല വിവരവും കിട്ടിയോ ദാമേട്ട? ഇല്ല. നേവിക്കാരെ അവരുടെ ബോട്ടിൽ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നേരാണോ? നേരാ. നമ്മുടെ പ്രഭാകരേട്ടന്റെ കുടുംബമാണ് കഷ്ടത്തിലായത്. മിടുക്കന്മാരായ 3 ആൺകുട്ടികളാണ്. പക്ഷേ അവരെ ഒന്ന് പച്ചപിടിപ്പിച്ചെടുക്കണ്ടേ? അതിനൊക്കെ ഇവിടെ ആളുകൾ ഉണ്ടല്ലോ. പക്ഷേ ദാമുവിന്റെ കുറച്ച് രൂപ വെള്ളത്തിലായെന്നേ ഉള്ളു. അതും അതിലപ്പുറവും മുതലാക്കാം. അയാളുടെ ഭാര്യ നല്ല സുന്ദരിയല്ലേ? ലക്ഷ്മി, ഞാൻ നിന്നോടൊരു കാര്യം പറയാനാ വന്നു. പ്രഭാകരൻ പോയ കടലിൽ എനിക്ക് ഇതുവരെ പോകാൻ തോന്നിയിട്ടില്ല. പ്രഭാകരൻ പോയി. നീ ഇനി എന്നും എന്റെ കൂടെ താമസിച്ചു. നിന്നെയും മക്കളെയും ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. താമോട്ട, ഈ സമയത്ത് ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? ഞാൻ പറയുന്നത് കേട്ടാൽ നിനക്ക് വിഷമില്ലാതെ കഴിയാം. നിങ്ങൾ പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഒച്ച വെച്ച് ആളെ കൂട്ടും. ആളെ കൂട്ടിയാൽ നിനക്ക് തന്നെ ദൂഷ്യം. പ്രഭാകരൻ എനിക്ക് കടപ്പെട്ടവന്. ഒരു കണക്കിന് നാശം പിടിച്ച തള്ളേ,
ആൾക്കാരുടെ മുമ്പിൽ എന്നെ വഷളാക്കരുത്. ഞാൻ മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്ന് ഓർത്തോളണം. എന്താ ഇവിടെ ബഹളം? എന്ത് പറ്റി? എന്തോ പറയാന്? ഞാൻ എന്റെ പണം ചോദിക്കാൻ വന്നതാ. അപ്പൊ അവളുടെ ഒരു ശീലാവതി ചമയല്. തമിട്ടാ അവിടെ ഒരു താമുവേട്ടൻ കെട്ടിയോനില്ലാതായപ്പോഴേ ഒരാളെ കണ്ടുപിടിച്ചത്. എന്റെ മോനെ പ്രായത്തിനിടയ്ക്ക് ഒരു പെങ്കൊച്ചിന്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. ചേച്ചേ, എവൾ ഇത്രയ്ക്ക് ചീത്തയാണെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. എവൾ ഒരിട്ട് കാരണം ആ പാവം പിടിച്ച പ്രഭാകരനെ കടലമ്മ വിഴുങ്ങിയത്. പ്രഭാകരൻ എനിക്ക് കാശ് തരാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? ഞാനതൊന്ന് ഓർമ്മിപ്പിക്കാൻ വന്നതാ. ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ചെറുക്കനും പോയേനും രൂപയും പോയേനെ. പിന്നെ അമ്മയൊന്ന് ചുമ്മാതിരി. ഞാൻ ദാമു ആണെങ്കിൽ ഈ കാശ് ഞാൻ വാങ്ങിക്കും. എടീ, ഒരാഴ്ചക്കുള്ളിൽ എന്റെ പണം തന്നില്ലെങ്കിൽ പിന്നെ കളി വേറെയാ. എല്ലാം കാണുന്ന ഒരാൾ മുകളിലുണ്ട് ലക്ഷ്മി. വിക്ടർ, കടന്നു പിടിക്കാൻ കണ്ട ഒരാളെ കെട്ടിയവൻ ചത്ത പിന്നെ വെറുതെ ആണോ? അവളൊരു ശീലാവതി ചമഞ്ഞ് നടക്കുന്നു. എന്താ ചിന്നമ്മേ പറയുന്നു? ആരാ ശീലാവതി? ഞാനല്ല, പിന്നെ ആരാ? പെണ്ണിന് ഈ കടപ്പുറത്ത് സ്ഥാനമില്ല. ഇനി ഇവിടെ നിന്ന് ഈ കടപ്പുറം മുടിയും. പ്രഭാകരൻ ബോട്ട് വാങ്ങിയ വകയിലും വീടുണ്ടാക്കിയ വകയിലും ദാമോന് കുറെ പണം കൊടുക്കാനുണ്ടെന്ന് അവൻ പറയുന്നു. അത് നീ ഉടനെ അവന് കൊടുക്കണം. കൂലി വേല ചെയ്തിട്ടെങ്കിലും ഞാനത് തിരിച്ചു കൊടുക്കും. എനിക്ക് കുറച്ച് സമയം തരണം. കൂലി വേല ചെയ്ത് എന്നത്തേക്ക് തരാന്? ആ, നീ എന്ത് പറയുന്നു ദാമു? എനിക്ക് എന്റെ പണം കിട്ടണം. പ്രഭാകരൻ കൂടെ ഇല്ലാത്ത സ്ഥിതിക്ക് കുറച്ച് സമയം കൂടെ കൊടുത്തൂടെ? നീ നിന്റെ ജോലി നോക്കടാ. മൂപ്പ, എന്റെ കാശ് ഉടനെ കിട്ടണം. ഇക്കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല. കൊടുക്കൽ വാങ്ങലൊക്കെ നിങ്ങൾ തമ്മിൽ. പിന്നെ തുറയിലുള്ളവരൊക്കെ നിന്നെപ്പറ്റി നല്ല അഭിപ്രായം ഒന്നും അല്ല പറഞ്ഞു കേൾക്കുന്നത്. മുറയും നെറിയായിട്ടൊക്കെ നടന്നാൽ നിനക്ക് നല്ലത്. കടപ്പുറത്തെല്ലാരും പറയുന്നു കേട്ടില്ലേ? ഞാൻ ചീത്തയാണത്ര. ഞാൻ കാരണമാണ് ചേട്ടൻ മരിച്ചതെന്ന്. ചേട്ടൻ അത് വിശ്വസിക്കുന്നുണ്ടോ? How is he? He's all right. He wants to go home, sir. Let him get on with coaching. Okay, sir. Take it easy, ma'am. സായിപ്പ് എന്ത് പറഞ്ഞു? കൊച്ചിക്കടുത്ത് മിസ്റ്റർ പ്രഭാകരൻ ഇറങ്ങാം. എന്റെ ജീവൻ തിരിച്ചെന്ന് നിങ്ങളോടല്ല എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓ, ഇതൊക്കെ ഞങ്ങളുടെ കടമയല്ലേ. ഇതാ, നല്ല തണുപ്പുണ്ട്. ഈ ഷർട്ട് ഇട്ടുള്ളൂ. പ്രഭാകരനല്ലേ വരുന്നത്? മാധവ, നമ്മുടെ പ്രഭാകരനല്ലേ ഈ പോകുന്നു? പ്രഭാകരൻ, നീ എങ്ങനെ രക്ഷപ്പെട്ടു? അതൊക്കെ പിന്നെ പറയാം. വീട് പൂട്ടിയിരിക്കുന്നു. ലക്ഷ്മിയും കുഞ്ഞുങ്ങളും എങ്ങോട്ട് പോയി? എല്ലാം ഞാൻ പറയാം, നീ കൂടെ വാ.